ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സ്ട്രൈറ്റ് കട്ട് പാൻറ്റാണ്. ലൈനിങ്ങും കൂടി ഇട്ടിട്ടാണ് കേട്ടോ, അതായത് തയ്യൽ തുമ്പ് ഒന്നും പുറത്ത് വരാതെ നമ്മൾ ലൈനിങ്ങും കൂടി ഇട്ടിട്ടാണ് ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു പാൻറ്റിന് കട്ടി കുറച്ച് കുറവായതുകൊണ്ടാണ് കേട്ടോ ലൈനിങ്ങും കൂടി ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിനായിട്ട് നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ 2 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇതൊരു ചുരിദാർ മെറ്റീരിയലിൻ്റെ പാൻറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പാൻറ്റിൻ്റെ മെറ്റീരിയലിന് കട്ടിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ലൈനിങ്ങും കൂടി ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് 2.5 ഇഞ്ചസ് നമുക്ക് വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് ഈ ഒരു ക്രോസ് ആയ പോർഷനില്ല, ആ ഒരു പോർഷനിൽ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് 13 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ വേസ്റ്റ് റൗണ്ട് 44 ഇഞ്ചസാണ്. ഡിവൈഡഡ് ബൈ 4 + 1 ഇഞ്ചസ് ആണ് കേട്ടോ 13 ഇഞ്ചസ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്ലീറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേസ്റ്റ് റൗണ്ട് കൂട്ടിയെടുക്കാം, കുഴപ്പമില്ല. ഞാനിവിടെ കറക്റ്റായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ക്രോച്ച് 14 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ആ പോയിന്റിൽ നിന്നും 2 ഇഞ്ചസ് ഇതുപോലെ പുറത്തേക്ക് വരച്ചു കൊടുക്കാം. അവിടെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരയ്ക്കാനുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ കർവായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് ഞാൻ ഇവിടെ 39 ഇഞ്ചസ് പ്ലസ് വേസ്റ്റ് ബാൻഡും കൂടെ കൂട്ടിയിട്ട് 2 ഇഞ്ചസ്, അങ്ങനെ 41 ഇഞ്ചസാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ബോട്ടം റൗണ്ട്, കാലിൻ്റെ ബോട്ടം റൗണ്ട് വന്നത് 7 ഇഞ്ചസാണ്. പ്ലസ് 1 ഇഞ്ചസ് 8 ഇഞ്ചസ് ആക്കിയിട്ട് നമുക്ക് ആ ലൈൻ ഈ ക്രോച്ച് ലൈനിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി 1/2 ഇഞ്ചസ് അലവൻസ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് പീസ് നമുക്ക് ഇതേപോലെ തന്നെ ഈ മെയിൻ ഫാബ്രിക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഈ കാലിൻ്റെ പോർഷൻ എടുക്കുക. ബോട്ടം റൗണ്ട് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ, ആദ്യമേ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ സൈഡ് പോർഷനില്ലേ, ആ സൈഡ് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 കാലിലും ഇതുപോലെ സൈഡ് പോർഷൻ ജോയിൻ ചെയ്തതിന് ശേഷം ക്രോച്ചിൻ്റെ പോർഷൻ നമ്മൾ ജോയിൻ ചെയ്യൂലേ, അപ്പോൾ ഇതിൻ്റെ നല്ല വശവും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ക്രോച്ചിൻ്റെ പോർഷനും ജോയിൻ ചെയ്തെടുക്കാം. ക്രോച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള കട്ടിയില്ലാത്ത മെറ്റീരിയൽസിന് ലൈനിങ് ഇട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ കുറേ കൂടി ലാസ്റ്റ് ചെയ്യും. നമ്മളിത് ചുരിദാർ മെറ്റീരിയലിൻ്റെ പാൻറ്റില്ല, അപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ ക്രോച്ചിൻ്റെ സെൻറ്റർ പോർഷൻ പൊട്ടിപ്പോവും. അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലൈനിങ്ങും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ എങ്ങനെയാണോ പാൻറ്റ് മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്തത് അതേ മെത്തേഡിൽ തന്നെ ഈ ലൈനിങ് മെറ്റീരിയലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ 1/2 ഇഞ്ചസ് ഒന്ന് മടക്കിയതിന് ശേഷം 1 ഇഞ്ചസ് ഇതുപോലെ താഴേക്ക് വെച്ചിട്ട് മടക്കിയിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഫുള്ളായിട്ടും സ്റ്റിച്ച് കൊടുക്കാം. നമ്മളിവിടെ ഇലാസ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ 2 സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഓപ്പൺ ചെയ്ത പോർഷൻ ക്ലോസ് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ, ഈ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബോട്ടം പോർഷൻ
നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലൊരു എഡ്ജ് സ്റ്റിച്ചും കൂടി നമുക്ക് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാതെ നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.